ഈ വീഡിയോ ഇടുന്ന റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ് പർച്ചേസ് ചെയ്യാൻ ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആപ്പ് വഴി നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ അതേ ഉള്ളൂ ഞാനിപ്പോൾ ഓപ്ഷനായിട്ട് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാം. നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുത്ത നമ്പറും ജിമെയിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആളറിയാൻ പറ്റും. ഞാൻ അല്ലെങ്കിലും ആപ്പിനകത്ത് കയറി നിങ്ങളുടെ ഡേറ്റ് ഞാൻ എന്തായാലും ഫോൺ നമ്പറെങ്കിലും സേവ് ചെയ്തിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടുമ്പം ഇൻ കേസ് എനിക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ടില്ലെങ്കിൽ പോലും എൻ്റെ നമ്പർ സേവ് ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിന് ഡീറ്റെയിൽസ് ഇടാം. അപ്പോൾ നിങ്ങൾ ആപ്പ് വഴി എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോളൂ. അപ്പോൾ ഇനി ക്ലാസ്സുകളെ പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഞാൻ ഇൻഡിവിജ്വലി സബ്ജക്റ്റ് വൈസ് കൊടുക്കുന്നുണ്ട്. സബ്ജക്റ്റ് വൈസിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, 3 സബ്ജക്റ്റ് ഉണ്ട്. ഫിസിക്സ് കെമിസ്ട്രി എപ്പോഴും നമ്മൾ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. അത് NCERT ലെവൽ പ്ലസ് PYQ ചെയ്താൽ മതി. ക്യുസാറ്റിന് അത്രയൊക്കെ വരുന്നുള്ളൂ. മാത്സ് ആണ് മെയിൻ ആയിട്ടും ക്യുസാറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ്. മാത്സ് ആണ് ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഒന്ന് ക്രാഷ് ഉണ്ട്, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കണ്ടന്റ് ഉണ്ട്. ഈ ഫുൾ കണ്ടന്റിനകത്ത് ഏകദേശം 100 മണിക്കൂറിന് പ്ലസ് 105 മണിക്കൂറിന് അടുപ്പിച്ച് പ്ലസ് മാത്സ് ക്ലാസ് ഉണ്ട്. മറ്റേതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 41 മണിക്കൂറിന് പ്ലസ് ക്ലാസ് ഉണ്ട്. വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം ഒരു 2000 ക്വസ്റ്റ്യൻ എടുത്തുണ്ടെന്നാണ് പിള്ളേർ പറയുന്നത്. പിള്ളേരുടെ ചോദിച്ചു എന്തായാലും ഒരു 1500 മേളിൽ എന്തായാലും ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ഷിഫ്റ്റിന്റെ പ്ലസ് ഒരു ഹൈ വെയിറ്റേജ് ടോപ്പിക് ഉണ്ടെങ്കിൽ ഒരു 150 ക്വസ്റ്റ്യൻ തൊട്ട് 180 ക്വസ്റ്റ്യൻ വരെ കവർ ചെയ്താൽ പോകുന്നു. അതായത് അത്രയും പാറ്റേൺസും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഇതിനകത്ത് അക്കോർഡിംഗ്ലി ആ ഒരു ഡ്യൂറേഷൻ അനുസരിച്ച് ഞാൻ അതിൽ കൗണ്ട് ചെയ്ത് കൂട്ടിയിട്ടാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കണ്ടന്റ് ഞാൻ ഇടുന്നുണ്ട്. പ്ലസ് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കീമിന് ഞാൻ പണ്ടെടുത്തിട്ടുള്ള ഒരു 60-70 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അതായത് ഏകദേശം ഒരു 160 മണിക്കൂറിന് പ്ലസ് കണ്ടന്റ് അതിനകത്തുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ മാത്സിന്റെ വ്യത്യാസം. ഇനി കോംബോ ആയിട്ട് കൊടുക്കുമ്പോഴും PCMും നിങ്ങൾ എടുക്കുമ്പം ഒന്നെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സിന്റെ ക്രാഷ്, അതാണ് ക്രാഷ് എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഫുൾ. അപ്പൊ എന്താണ് വ്യത്യാസം? മാത്സ് ക്ലാസ്സിന് മാത്രമേ ഉള്ളൂ. മാത്സിന്റെ എത്രത്തോളം വേണം അതനുസരിച്ച് 2 പാക്കേജ് ആയിട്ട്. അപ്പൊ ഇനി എനിക്ക് മെയിൻ ആയിട്ടും പറയാനുള്ളത്, നിങ്ങൾ റിപ്പീറ്റേഴ്സ് എൻ്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ +2 ഇപ്പൊ +2 പഠിച്ചു അല്ലെങ്കിൽ ഇപ്പൊ കയറി, അല്ലെങ്കിൽ ഇപ്പൊ +1 ഇനി അങ്ങോട്ട് +2 പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് PCM ഫുൾ ആയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യുസാറ്റിനും എടുക്കാം. നിങ്ങൾക്ക് അടുത്ത കൊല്ലം റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ അന്നേരം നിങ്ങളൊന്നും അടയ്ക്കേണ്ട. ഈ കോഴ്സ് നിങ്ങൾക്ക് ലൈഫ് ടൈം കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമും അടുത്ത എക്സാമും ഇതിൽ നിന്ന് തന്നെ എഴുതാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റേഴ്സും +2 നിങ്ങൾ ഇതെടുക്കുക. മറ്റേ നിങ്ങൾ ക്രാഷ് ആണ് വേണ്ടത്, നിങ്ങൾ ക്രാഷ് കോഴ്സ് എടുക്കുക. അപ്പോൾ എന്തായാലും ലിമിറ്റേഷൻ കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 41 മണിക്കൂർ പറഞ്ഞു വിടുന്നതും മറ്റേതൊരു 105 പ്ലസ് എക്സ്ട്രാ ഒരു 60 ഹവറും കൂടി ആകുമ്പോൾ ഒരു 160+ അവേഴ്സ് പ്രിപ്പയർ ചെയ്ത് വിടുന്നതും തമ്മിൽ വ്യത്യാസം എന്തായാലും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ കിട്ടുന്ന ഇത്രയും ഐഡിയാസ്, ഒരു ടോപ്പിക് ഇവിടെ 50 ക്വസ്റ്റ്യൻ ചെയ്യുമെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് 180 തൊട്ട് 180 വരെ ചെയ്യിക്കും. അപ്പം അതിന്റെ വ്യത്യാസം എന്തായാലും നിങ്ങൾ ഹാളിൽ കിട്ടും. അപ്പം പക്ഷേ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 മാസം 1 മാസമാണെങ്കിൽ നിങ്ങൾ നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചിട്ട് പോകുന്ന ടോപ്പിക്കിനകത്ത് നിങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കവർ ചെയ്തായിരിക്കും പോകുന്നത്. അതെനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഫുള്ളുണ്ട്. മറ്റേതാകുമ്പോൾ ക്രാഷിന്റെ ബാച്ചാണ്. ഇതാണ് ക്ലാസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. ക്ലാസ്സിനകത്ത് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. ഇൻഡിവിജ്വൽ സബ്ജക്ട് വൈസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് 2 ക്ലാസ് അവൈലബിൾ ആണ്, ക്രാഷിൻ്റെതും ഫുള്ളും. ഇനി PCM കോംബോ ആയിട്ട് നോക്കുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് 2 ഉണ്ട്. ഒന്ന് ഫിസിക്സ് കെമിസ്ട്രി വിത്ത് മാത്സിന്റെ ക്രാഷ്, ഫിസിക്സ് കെമിസ്ട്രി വിത്ത് മാത്സിന്റെ ഫുൾ ക്ലാസ്. ഫിസിക്സ് കെമിസ്ട്രിയും വ്യത്യാസമായിട്ടൊന്നുമില്ല, ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ. കാരണം അത് തിയറി ലെവൽ വളരെ ബേസിക് ആയിട്ടാണ് എക്സാമിനും ചോദിക്കുന്നത്. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എടുക്കണമെങ്കിൽ ആപ്പ് വഴി നിങ്ങൾ എടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇടുക. കാരണം നിങ്ങൾ വിളിക്കുന്നതിൽ ഏറ്റവും എളുപ്പം മെസ്സേജ് ഇടുക. മെസ്സേജ് ഇടുവാണെങ്കിൽ ഫുള്ള് മെസ്സേജ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇടാം.